കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5:13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചുവയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് നൽകുന്ന ശക്തമായൊരു സന്ദേശമുണ്ട്. നിങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, കറതീർന്ന യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, അത് നയിക്കാനുള്ള ഒരു ശ്രദ്ധ ഓരോ ക്രിസ്ത്യാനിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമുക്കറിയാമല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പം കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഭാര്യയെ കിട്ടിയാൽ മതി, ഭർത്താവിനെ കിട്ടിയാൽ മതി, അങ്ങനെയല്ലല്ലോ നമ്മുടെ ചിന്ത. നമ്മൾ കെട്ടുമ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഉത്തമ ഭാര്യയെ കിട്ടണം, ഉത്തമ ഭർത്താവിനെ കിട്ടണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കേട്ടു. സാധാരണ നമ്മൾ നോമ്പുകാലത്ത് പ്രത്യേകം വായിക്കുന്ന ഒരു വചനഭാഗമാണ് യെശയ്യാ 58. യഥാർത്ഥ ഉപവാസം എന്നതിന് ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം യഥാർത്ഥമാകുന്നത് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുമ്പോഴാണ്. ഇനി അവിടെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടണം, ഞാൻ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ മുമ്പിൽ ഉദിക്കണം, എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകണം. ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപം ഒഴിവാക്കണം, പുണ്യങ്ങൾ അഭ്യസിക്കണം. ഇത് രണ്ടോടെ ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയത നമ്മളിൽ വേരുവാകി അടിയുറയ്ക്കുക. പാപങ്ങൾ ഒഴിവാക്കി, ഒരു ചിലർക്ക് തോന്നിയേക്കാം അത് തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക, ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് എൻ്റെ പാപങ്ങൾ ഒഴിവാക്കാൻ പോലും പറ്റുന്നില്ല, അപ്പം പിന്നെ എങ്ങനെ പുണ്യങ്ങൾ അഭ്യസിക്കാൻ പറ്റും? നമ്മൾ ആഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ കൃപയെ ഏറ്റെടുത്താൽ ഇത് രണ്ടും സാധ്യമാകും. പാപങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ദൈവത്തിൽ വസിക്കുന്നവർ പാപം ചെയ്യുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൽ വസിക്കുന്നവരായി മാറണം. അതുപോലെ തന്നെ നമ്മൾ സ്വയം മറന്ന് കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് ഒരുപാട് പുണ്യങ്ങൾ അഭ്യസിക്കാൻ നമുക്ക് പറ്റും. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, കറതീർന്ന ക്രിസ്തീയ ജീവിതം. ഇനി അതിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരണം. നമുക്ക് 3 ഗണത്തിൽപ്പെടുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ആ 3 ഗണക്കാരെ പരിചയപ്പെട്ടിട്ട് ശരിയായ ഒരു ഗണത്തിൽപ്പെടുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഒന്ന്, ഇടിച്ചു കയറി ചെന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ഇടിച്ചു കയറി ചെല്ലും. ഒരു ഭാര്യ പറഞ്ഞാണ്, എന്നെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു പ്രാവശ്യം അവരേതാണ്ട് മീൻ കറി വെച്ച് അത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവ് ഓട്ടി വന്നിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തവിയെടുത്ത് അതിനകത്തിട്ട് 2 ഇളക്ക്.
നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടെടുത്ത് വെച്ചാലേ ശരിയാവത്തുള്ളൂ. അതുവരെ ആ ഏരിയയിൽ പോലും കാണാതിരുന്ന മനുഷ്യനാണ് ഈ സമയമായി ഓടി വന്നു. ഇതുപോലെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അല്ലെ പ്രവൃത്തികളിലേക്ക് കയറി ചെന്ന് ഇടപെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നവർ. 2 തെസ്സലോനിക്ക 3:10 മുതലൊന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു കൂട്ടരുണ്ട്, അവരുടെ കാര്യം അവർ ശ്രദ്ധിക്കത്തില്ല, അവർ കുറ്റമറ്റവരായി ജീവിക്കാൻ നോക്കത്തില്ല, എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. എല്ലാവരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് കൈകടത്തുന്ന ഒരു കൂട്ടർ. നമ്മൾ അങ്ങനെ ആകരുത്. അത് വെറുതെ മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കും, നമുക്കും അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യമുണ്ട്, തള്ളിക്കേറി സംസാരിക്കുന്നത്. അതും ശരിയല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകൻ 20:6 മുതലൊന്ന് വായിച്ചാൽ മതി. 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, തള്ളിക്കേറി സംസാരിക്കുന്നവൻ വെറുക്കപ്പെടും. മൗനം പാലിക്കേണ്ട ചില അവസരങ്ങളൊക്കെ ഉണ്ട്. ഒരു ചൈനീസ് പ്രോവർബ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തക്ക സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉചിതമായ വാക്കിന് ഒരു 100 രൂപയുടെ വിലയുണ്ടെങ്കിൽ, തക്ക സമയത്ത് നമ്മളെടുത്ത നിശബ്ദതയ്ക്ക് 200 രൂപയുടെ വിലയുണ്ട്, ഇരട്ടി വില. അപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ നിശബ്ദതയാണ് വേണം ഒരു വ്യക്തിയെ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുക. നിശബ്ദതയാണ് ആത്മീയ നന്മകൾ വരുത്തുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അവിടെ തന്നെ 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ മിണ്ടാതിരിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കരുത്, മിണ്ടാനുള്ള സമയമല്ല എന്നറിയാവുന്നത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അതാരെയും വിവേകിയെയും ജ്ഞാനമുള്ള വ്യക്തിയെയും അവർക്ക് മിണ്ടാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇത് മിണ്ടേണ്ട സമയമല്ല എന്നറിയാവുന്നത് കൊണ്ട് അവർ മിണ്ടാതിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിശബ്ദത പാലിക്കാൻ, ഒരു സമയത്തും നിശബ്ദത പാലിക്കാൻ അവർക്ക് പറ്റത്തില്ല. അത് സന്ധ്യാപ്രാർത്ഥനയുടെ ഇടയ്ക്കാണേലും ബലിയർപ്പണത്തിൻ്റെ ഇടയ്ക്കാണേലും ഇച്ചിരി ചാൻസ് ഉണ്ടാക്കിയിട്ട് വർത്തമാനം പറയാൻ നോക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പക്വതയോ വൈകാരിക പക്വതയോ ഇല്ലാത്തതിൻ്റെ ഒരു സൂചനയാണ്. മൂന്നാമതൊരു കാര്യം, അത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, സഹായം അർഹിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ മണത്തറിയും, ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു വരുമോ അതനുസരിച്ച് വീടടച്ചിടാനോ അതല്ലെങ്കിൽ സ്ഥലം വിടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വരും. അങ്ങനെയുള്ള ഒരു കാര്യം അരുത് എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണ്. പാപം വെറുക്കണം, പുണ്യങ്ങളെ ഇഷ്ടപ്പെടണം. ഈ 2 കാര്യങ്ങളൂടെ വരുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ അത് സഹായിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പരിശീലിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാകും എത്രമാത്രം അവർക്ക് വളരാൻ പറ്റും. ഞാൻ കൊന്തയുടെ എണ്ണം ഒന്നുകൂടെ കൂട്ടിയത് കൊണ്ടോ, ബലിയർപ്പണത്തിൻ്റെ എണ്ണം ഒന്നുകൂടെ കൂട്ടിയത് കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ എണ്ണം ഒന്നുകൂടെ കൂട്ടിയത് കൊണ്ടോ ഈ കാര്യമൊന്നും നടക്കണമെന്നില്ല. അത് നടക്കണമെങ്കിൽ നമ്മൾ പുണ്യങ്ങൾ അഭ്യസിക്കണം, പാപങ്ങൾ വർജിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ 2-ാം വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് പ്രധാനപ്പെട്ടത്, ഇംഗ്ലീഷിലൊരു പദമുണ്ട്, അല്യൂർ, വശീകരിക്കുക. പൗലോസ്ലീഹ പറഞ്ഞ എന്താ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അങ്ങനത്തെ ഒരു ഗുണമായിട്ടൊന്നുമല്ല, അങ്ങനത്തെ ഒരു കഴിവായിട്ടൊന്നുമല്ല. ചിലർക്ക് കണ്ണുകൊണ്ട് അവരുടെ നോട്ടത്തിൽ വശീകരിക്കാൻ പറ്റും, വേറെ ചിലർക്ക് അവരുടെ വദനലാവണ്യം, സംസാരം കൊണ്ട് വശീകരിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് വശീകരിക്കാൻ പറ്റും മറ്റുള്ളവരെ. ചിലർ വളരെ സ്മാർട്ടാണ്, അവർ വർത്തമാനം പറഞ്ഞ് അവർ വീഴിക്കും മറ്റുള്ളവർ. അതൊരുപക്ഷെ വഞ്ചനയുടെ ഒരു ഭാഗമായിട്ടാണ്, എന്നാലും അവർക്ക് നല്ല കഴിവാണ് അങ്ങനെ സംസാരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട്. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഭയചകിതനായിട്ടാണ്. വശീകരിക്കുന്ന എന്തെങ്കിലും അങ്ങനത്തെ സാമർഥ്യം അതെനിക്കില്ല. ഞാൻ വന്നത് നിങ്ങളെ ക്രൂശിതനായ കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല, ക്രൂശിതനായ കർത്താവിനെ കുറിച്ച്. ഇത് അവന് ചെയ്യാൻ പറ്റി. എന്താണ് കാരണം?
അപ്പോസ്തല പ്രവർത്തനം 9:9 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഒരു അഭിഷേകം ഏറ്റെടുത്തിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചവനാണ് പൗലോസ്. ഇനി അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇൻസ്പിരേഷൻ, ഇംഗ്ലീഷിൽ അല്യൂർ എന്ന് പറഞ്ഞാൽ വശീകരിക്കുക, ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അഭിഷേകം. ഈ അഭിഷേകം പ്രാപിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിമറിയുടെ ആവശ്യമില്ല, വശീകരിക്കാൻ പോകേണ്ട കാര്യമില്ല, പേടിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള ഒരു കാര്യം നിർബന്ധിക്കേണ്ട കാര്യം വരത്തില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അത് സാധ്യമാവും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ട ഒരു കാര്യമാണ് മലമുകളിൽ സ്ഥാപിക്കപ്പെട്ട പട്ടണം. ഇനി അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല. ശരിക്കും മലമുകൾ, റോമിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും മലമുകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണം. നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മലമുകളിൽ സ്ഥാപിക്കപ്പെട്ട പട്ടണം. മാതാപിതാക്കളെ, മക്കളുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഹാപ്പിയാണോ, നേരെ ചൊവ്വേ പോകുന്നുണ്ടോ എന്നറിയാൻ ബെഡ്റൂം തുറന്ന് അതിനകത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവർക്കറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാക്ഷ്യം, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതൊരു സാക്ഷ്യമാണ്. നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കരുതലോടെ ജീവിക്കുന്നെങ്കിൽ മാതാപിതാക്കൾ അങ്ങനെ ജീവിക്കുന്നത് കണ്ട മക്കൾക്ക് കെട്ടാൻ തോന്നും. ഇന്ന് പലരും എത്ര പേരാ വന്ന് പറയണേ, മക്കളിൽ ഒരാളെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് കാണാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന് ഗംഭീരമായിട്ട് ആഘോഷം നടത്താനുള്ള പണവും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും സമ്മതിക്കണ്ടേ? മാതാപിതാക്കളെ, നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാണ്. അത് ശരിയായ രീതിയിൽ സാക്ഷ്യമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഉപദേശം നമ്മൾ കോരിക്കൊടുക്കേണ്ട ഒരാവശ്യം വരത്തില്ല. അതല്ലാതെ തന്നെ അവർ നമ്മളെ കണ്ടുപഠിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ സുവിശേഷ ഭാഗം 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറണം. ഇനി ഇത് സംഭവിച്ച വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ മാത്രമല്ല, അവരുടെ ദേശത്തും സഭയിലുമെല്ലാം അവർ സാക്ഷ്യം വഹിക്കുന്നവരായി മാറും. അവരെ കണ്ടാൽ മതി. ശരിക്കും ജീവിതം സുവിശേഷമായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയോട് വെറുതെ എവിടെയെങ്കിലും ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന വ്യക്തി സുവിശേഷം വായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി സുവിശേഷമായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാതാപിതാക്കളിൽ ഇത് സംഭവിച്ചാൽ നിങ്ങളുടെ മക്കള് ബൈബിള് തുറന്ന് വായിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതം വായിച്ച് അവർ സുവിശേഷം അറിയും. സുവിശേഷമാകാനുള്ള ആ ഒരു പ്രയത്നം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇതാണ് ശരിക്കും പറഞ്ഞ ക്രിസ്തീയ ജീവിതം. ഇനി നമ്മളൊന്ന് ചുമ്മാ ഒന്ന് നോർമലായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി. നമുക്ക് ഫാനുണ്ട്, ലൈറ്റുണ്ട്, AC ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ബൾബ് കത്തും സ്വിച്ച് ഓണാക്കിയ. ഈ പ്രകാശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. പ്രകാശം. ഉപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ജോൺ മരിയ വിയാനി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു പുരോഹിതൻ അവന് വേണ്ടി അല്ല, പുരോഹിതൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. പറയുകൊണ്ട് ജോൺ മരിയ വിയാനി പറയാണ്, യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുരോഹിതനായിരിക്കണം പ്രധാനപ്പെട്ടത്. അങ്ങനെ ജീവിക്കുന്ന പുരോഹിതരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഒരു കാര്യം നിറവേറിയിരിക്കും. അവരെ മനസ്സിലാക്കിയ ജനങ്ങൾ ബഹുമാനിക്കാനോ അവരുമായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് ആത്മീയമായിട്ട് വളരാനോ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നിറവേറിയിരിക്കും. ഇനി നിങ്ങൾ ലോഹയിട്ടവരെ മാത്രമല്ല പുരോഹിതരായിട്ട് കാണേണ്ടത്. നമുക്കറിയാലോ 1 പത്രോസ് 2:9 നിങ്ങൾ ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് പറയാണ് രാജകീയ പുരോഹിത വംശമാണ്. രാജകീയ പുരോഹിത വംശം. അതുകൊണ്ട് നമ്മളെല്ലാവരിലും നിറവേറേണ്ട ഒരു കാര്യമാണ് സ്വാർത്ഥത കുറയുക, സ്നേഹം വളരുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കും? വീട്ടിലുള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കും? സഭയുടെ ഇടവകയുടെ അന്തരീക്ഷം എന്തായിരിക്കും? അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന്
കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്കറിയാമല്ലോ, ഈ ഉപ്പ് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഉപ്പ് രുചി പകരും. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, ഉപ്പ് കൂടിപ്പോയാലും അതും പ്രശ്നമാണ്. ഈ ആദ്യ വ്യാഴാഴ്ച ജാഗ്രത പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കഞ്ഞി എടുത്ത് വായി വെച്ചപ്പോഴത്തേക്കും തുപ്പിയില്ലെന്നേ ഉള്ളൂ. അവരാ ഉപ്പ് ഇട്ടടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇളക്കാഞ്ഞിട്ടാണോ എന്താണോ അറിയത്തില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, ഉപ്പ് കൂടിപ്പോയാൽ സോഡിയം കൂടിയാലും കുഴപ്പം, സോഡിയം കുറഞ്ഞാലും കുഴപ്പം. അത് കറക്റ്റായിട്ടുള്ള ആ ഒരളവിൽ, അതാണ് ക്രിസ്തീയ ജീവിതത്തിന് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാകണം. സംയമനം, ഇംഗ്ലീഷിൽ ടെമ്പറൻസ് എന്ന് പറയും. അത് വലിയൊരു പുണ്യമാണ്. അതൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും സംയമനം പാലിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഇല്ലാത്തവർക്ക് ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നാൽ ബലൂൺ പോലെ വീർക്കും. ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കാതെ വന്നാൽ ബലൂണിൻ്റെ കാറ്റ് കുത്തിവിട്ട പോലെ ഫ്ലാറ്റായിട്ട് കിടക്കും. അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമുക്കാണെങ്കിൽ സാധിക്കും, ഉപ്പൊരു പ്രസർവേറ്റീവാണ്. ഉപ്പ് മാങ്ങ, ഉപ്പ് മീന്, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. ഇനി അത് ഒരു പ്രസർവേറ്റീവായിട്ട് പ്രവർത്തിക്കണം. നമ്മളിലെ നന്മ സൂക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. എസെക്കിയേൽ 34:15-16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ഇടയൻ ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, നല്ലതിനെ സംരക്ഷിക്കും. നമ്മളിലെ നന്മയായിരിക്കാം, മറ്റുള്ളവരിലെ നന്മയായിരിക്കാം, അത് സംരക്ഷിക്കാനുള്ള ഒരു കടമയുള്ളവരാണ് ദൈവമക്കൾ എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. മൂന്നാമതൊന്ന് നമുക്കാണെങ്കിൽ സാധിക്കും, ശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം. നമ്മൾ വെള്ളം, ഉപ്പ് രണ്ടുകൂടെ വ്യഞ്ചരിച്ചിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഉപ്പ് ഇടും. ശുദ്ധീകരണം, വിടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. അപ്പം ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരെ തിന്മയുടെ സ്വാധീനത്തിൽ പെടുത്താനല്ല, അതിൽ നിന്നും വിമോചിപ്പിക്കാൻ സാധിക്കണം. നമ്മളാണേലും പോയി പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുകയല്ല വേണ്ടത്, അകപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട് നമ്മൾ മാറും, സുവിശേഷമായിട്ട് മാറും. ആ സുവിശേഷം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.